ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കിയാലോ. ഒരു ഡിഫറെൻ്റാണ് ഒരു റെസിപ്പീന്. നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടും കുറച്ച് ഡ്രൈ ഗ്രേപ്സും കൊണ്ട് വറുത്ത് കോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾക്കിത് മാറ്റി വയ്ക്കാം. ഇനി നോർമൽ നമ്മൾ ഗോതമ്പ് മാവിൽ പൂരിക്ക് മാവ് കുഴയ്ക്കുന്ന അതേപോലെ ഞാൻ കുറച്ച് മാവ് എടുത്ത് ഇതേപോലെ പൂരിക്ക് മാവ് കുഴച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്ത് നമുക്ക് പൂരിയോടെ ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും ആ വലുപ്പത്തിനനുസരിച്ച് ബോൾസാക്കി എടുത്ത് നമ്മൾക്ക് എല്ലാ മാവും ബോൾസാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ എല്ലാ മാവും ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് പരത്തിയെടുക്കാം. ഞാൻ കുറച്ച് മാവ് ഇട്ട് കൊടുത്ത് ഇതേപോലെ ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഷേപ്പിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇതേപോലെ ഒരു പാത്രം വെച്ച് ഇതേപോലെ കമത്തി കൊടുത്ത് ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ മാവും ഞാൻ ഇതേപോലെ പരത്തിയെടുത്ത് ഒരേപോലെ റെഡിയാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പൂരി ഉണ്ടാക്കിയെടുത്താലോ. ഞാൻ ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എണ്ണ എടുക്കുന്ന അതേ അളവിൽ വെള്ളം എടുക്കുക. അത് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പരത്തി വെച്ച പൂരിമാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും. അതിനുശേഷം അത് വെന്ത് വരുന്തോറും അത് മുകളിലോട്ട് വരും. ആ മുകളിൽ വന്ന ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്ത ശേഷം അതേപോലെ മുകളിലേക്ക് വരും. അപ്പം നമ്മൾക്ക് അതിൽ നിന്നും എടുത്തു മാറ്റാവുന്നതാണ്. ഇതേപോലെ തന്നെ എല്ലാ പൂരി ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാ പൂരിയും ഞാൻ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് ചൂടാറിയ ശേഷം അതിലേക്ക് ഞാനൊരു പൂരി എടുത്ത് അതിൻ്റെ നടുവശത്തായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാ മിക്സ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ റോൾ ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ എല്ലാ പൂരിയും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ഒരു സ്വീറ്റാണ്, ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റാണ്. എണ്ണ ഇല്ലാണ്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി സ്വീറ്റാണ്. ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള എല്ലാ പൂരിയും ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ പൂരിയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു ഗാർണിഷിന് വേണ്ടി കുറച്ച് തേങ്ങയുടെ മിക്സ് ഞാൻ കുറച്ച് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ വെള്ളം ഉപയോഗിച്ച് ഉണ്ടാക്കിയ പൂരി കൊണ്ട് ഒരു ഹെൽത്തി സ്വീറ്റ് റെഡി. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.